പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, 25 നോയമ്പിലെ 16-ാം ദിനം നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം പ്രാർത്ഥന മുഖേന, ഓരോ ദിവസം സ്നേഹം മുഖേന, ഓരോ ദിവസം കർത്താവിൽ നമ്മൾ ചേരുകയും കർത്താവിനോടൊപ്പം ആയിരിക്കുകയും നമ്മൾ പ്രാർത്ഥിച്ചു വിശുദ്ധിയുള്ളവരായി തീരുകയും ചെയ്യുകയെന്നുണ്ടല്ലോ. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു നക്ഷത്രം കണ്ടു കർത്താവായ യേശു മിശിഹായെ ആരാധിക്കാൻ വേണ്ടി വന്നവരാണ്. നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവായ യേശു മിശിഹായെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. നമ്മൾ ചെയ്തു പോകും. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് ദൈവത്തോടൊരു ആരാധനയുണ്ട്, ദൈവത്തോടൊരു സ്നേഹമുണ്ട്, ദൈവം നമ്മളെ രക്ഷിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ 25 നോയമ്പിൽ പ്രത്യേകം നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ ജനനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമുക്കും ഉണ്ടാവാം. ഞാൻ എൻ്റെ ക്രിസ്തുവെ ആരാധിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ ക്രിസ്തുവിന് മുമ്പാകെ സ്തുതിയുടെ ഗാനം അർപ്പിച്ചുകൊണ്ട് ഞാൻ പാടി എൻ്റെ രാജാവായ യേശുവെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഈ നോയമ്പ് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള നോയമ്പ് കൂടിയാണ്. രക്ഷകൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഈ നോയമ്പ് പൂർത്തിയാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.